അയ്യോ ചിരിക്കല്ലേ, ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ഇന്ത്യ മോളെയൊപ്പം കിടക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇവിടെ വരുന്നത് അമ്മ പറഞ്ഞു. അഹാനകൃഷ്ണന്റെ വിഷയത്തിൽ സിന്ധൂകൃഷ്ണൻ എഴുതാ എന്താ, എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. സ്വന്തം വീഡിയോനകത്ത് ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറയില്ല ആരോട്. ഇന്നലെ രാത്രിയാണ് എനിക്ക് CCTV വിഷ്വൽ കിട്ടുന്നത്. കയ്യിന്ന് പോയടാ ചാർലി. ഈ അമ്മമ്മ മറ്റേ പാത്രം കഴുകുന്നോടത്തുനിന്ന് അടിക്കുക. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ക്രീൻഷോട്ട്, അതിൽ സിന്ധൂകൃഷ്ണ പറയുന്നുണ്ട് അത് ഭയങ്കര സീനാ. അതായത് മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിൽ മോശം വെച്ച് പറഞ്ഞു അമ്മമ്മ. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അതവര് പച്ചയ്ക്ക് ആരോടാ പറയണേ? ഏതോ ഒരാള്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. സ്റ്റോറിയിൽ ജസ്റ്റ് പോയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ച ആൾക്കാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇതൊന്ന് ആലോചിച്ചു നോക്ക്. ഇത് ഞാൻ പറയട്ടെ, ഇതൊരു കുടുംബത്തിലുള്ളവരോടോ ഇവർക്ക് ഇത്രയും കുറെ കാലമായിട്ട് അറിവുള്ളവരോടോ അല്ലെങ്കിൽ അവരെ വിഷയങ്ങൾ വീഡിയോ ചെയ്ത് നമുക്ക് ക്ലാരിറ്റി അല്ല തരുന്നേ. നീ ഇത്രക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. റാൻഡം ആയിട്ട് ഒരാൾ പോയിട്ട് മറ്റേ സ്റ്റോറിയിൽ ചോദിക്കുക എന്താണ് സിന്ധു ചേച്ചി പ്രശ്നം. അപ്പൊ സിക്രി പറയാണ്, സിക്രി മറ്റാട്ടോ സിന്ധു കൃഷ്ണകുമാർ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. 36 പറയാണ്, എടാ അങ്ങനെയാണ് റെഡിറ്റിൽ സിക്രി എന്നാ പറയാ ഷോർട്ട് ഫോം. മാഡം അങ്ങനെയുള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പോ 36 പറയാണ് ഇതേപോലെ ഇന്ത്യ മോളെയൊപ്പം കിടക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇവിടെ വരുന്നത് അമ്മ പറഞ്ഞു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഇതിങ്ങനെ അയച്ചു കൊടുക്കുന്ന റാൻഡം ആയിട്ട് ഒരാൾക്ക്. അപ്പൊ ഇവരുടെ ഇന്റൻഷൻ എന്താ? എനിക്കൊരു സംശയമാണ്. ഇത് എത്തണം, ഇത് എടാ എനിക്ക് ഒന്നും അറിയാത്ത ഒരാളോട് ഞാൻ നാളെ എന്റെ കുടുംബ പ്രശ്നം ഫുള്ള് 10 ആളോട് പറയുമ്പോ ഇതിന്റെ ഇന്റൻഷൻ എന്താ? എനിക്ക് സമാധാനമാവാൻ വേണ്ടിട്ടല്ലോ. സമാധാനമാവാനാണെങ്കിൽ എനിക്ക് അറിയുന്നവരോട് പറഞ്ഞു, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോയി പറഞ്ഞപ്പോ. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.